തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു കഴിഞ്ഞു. ഒറ്റനോട്ടത്തിൽ UDF അഭിമാനാർഹമായ വിജയങ്ങളാണ് ഉണ്ടായത്. ഈ വിജയങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് എന്തുകൊണ്ട് ഇടതുപക്ഷം തോറ്റു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉത്തരവും കിട്ടുന്നത് കൊല്ലത്തു നിന്നാണ്. കൊല്ലത്തു നിന്ന് ഈ ഉത്തരം കിട്ടുന്നതിൻ്റെ കാരണം കഴിഞ്ഞ ചർച്ചകളിൽ ഞങ്ങൾ നടത്തിയ വിശകലനത്തിൽ പോലും ഇടതുപക്ഷ മുന്നണിക്ക് ഒരു കോർപ്പറേഷനെ കിട്ടുന്നുള്ളെങ്കിൽ, ഒരു നഗരഭരണയെ കിട്ടുന്നുള്ളെങ്കിൽ അത് കൊല്ലത്തിൻ്റേതായിരിക്കുമെന്ന് തറപ്പിച്ച് പറയുകയുണ്ടായി. കാരണം പ്രകടമായി കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനം അവിടെ നമ്മൾ കാണാൻ ഇല്ലായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള VS ശിവകുമാറിനെയാണ് ചുമതല ഏൽപ്പിച്ചിരുന്നത്. പക്ഷെ മറിച്ച് താഴെത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ സജീവമായി പ്രവർത്തിക്കുകയും അവിടെ കോൺഗ്രസിനെ വിജയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതുകൂടാതെ തന്നെ BJPക്കും അവിടെ മോശമല്ലാത്ത നേട്ടങ്ങളുണ്ടായി. ഇങ്ങനൊരു സാഹചര്യം കൊല്ലത്ത് ഉണ്ടായത് എന്തുകൊണ്ടാണ്? വിജയത്തെക്കുറിച്ച് VD സതീശൻ ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള ഊർജ്ജമായി. മാത്രമല്ല ഇത് ടീം UDFൻ്റെ വിജയമാണ് എന്ന്. ഒരു പരിധിവരെ അത് സമ്മതിക്കാമെങ്കിലും ടീം UDFൻ്റെ പ്രസക്തി, അങ്ങനൊരു ടേം കോയിനേജ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രസക്തി എന്തുമാത്രമുണ്ട്? ടീം UDFിലെ എത്ര നേതാക്കൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു? ആ ശ്രമം കോഴിക്കോട് ഉണ്ടാകാത്തതിൻ്റെ കോഴിക്കോട് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയായിരുന്നു ചുമതല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഓവറോൾ ആയിട്ടുള്ള നോട്ടമേ ഉണ്ടായിരുന്നുള്ളൂ, സ്പെസിഫിക്കായിട്ട് ഇല്ലായിരുന്നു. പക്ഷേ ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം ഇല്ലായിരുന്നു ചുമതലയേറ്റ ആളിന്. അവിടെ നടന്നില്ല. അതുപോലെ കൊല്ലത്ത് അങ്ങനെ അപ്രസക്തമായി കൊല്ലത്തിന് VS ശിവകുമാറിനെയാണ് ചുമതല ഏൽപ്പിച്ചത്. എന്നിട്ടും അവിടെ ജയിക്കാൻ പറ്റിയെങ്കിൽ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകനായ ജയശങ്കറിൻ്റെ വ്യാഖ്യാനത്തോട് അടുത്ത് നിൽക്കാനാണ് എനിക്കും ഇഷ്ടം. അദ്ദേഹം പറഞ്ഞു, പിണറായി വിജയൻ്റെ പകയോടുള്ള, ഈ പിണറായി ഗവൺമെൻറ്റിനോടുള്ള പകയോടുള്ള വോട്ടെടുപ്പ് സമ്മതിദാനാവകാശമാണ് ജനങ്ങൾ വിനിയോഗിച്ചത് എന്ന്. ഇതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പിണറായി വിജയൻ്റെ മുഖമാണ് വരുന്നതെങ്കിൽ, PP ദേവിയുടെ മുഖമാണ് വരുന്നെങ്കിൽ, ആര്യ രാജേന്ദ്രൻ്റെ മുഖമാണ് വരുന്നെങ്കിൽ, ചിന്താ ജെറോമിൻ്റെ മുഖമാണ് വരുന്നെങ്കിൽ, ആശ്രയുടെ മുഖമാണ് അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ വോട്ട്, ആ സമ്മതിദാനാവകാശം അവൻ ആഞ്ഞു ഞെക്കും, EVMൽ ആഞ്ഞു ഞെക്കും, പിണറായിക്കെതിരായി UDFനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടി. അവിടെ അടുത്ത ചോദ്യം വരുന്നു, എന്തുകൊണ്ട് തിരുവനന്തപുരത്തെ ജനങ്ങൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്തില്ല? വളരെ പ്രസക്തമായ ചോദ്യമാണ്. തിരുവനന്തപുരത്ത് നേതാക്കന്മാരുടെ ബാഹുല്യം കാരണം കോൺഗ്രസിനെ കുഴിച്ചു മൂടിയിട്ട്, ഏറെക്കുറെ കുഴിച്ചു മൂടിയ അവസ്ഥയിലായിരുന്നു കോൺഗ്രസ്. ഊർജ്ജം നൽകാൻ ആരുമില്ലായിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുന്തോറും കോൺഗ്രസ് പുറകോട്ട് പോന്ന് കിട്ടുന്ന വോട്ടിലും കിട്ടുന്ന സീറ്റിൻ്റെ എണ്ണത്തിലും പുറകോട്ട് മുങ്ങിച്ചാകാൻ തുടങ്ങുന്ന അവസ്ഥയിലായിരുന്നു കോൺഗ്രസ്. ഒരു പ്രതീക്ഷയും കോൺഗ്രസ്സിൽ ആരും കൊടുത്തില്ല. മുരളീധരനൊക്കെ പറഞ്ഞു 15-നും 20-നും മതി, അല്ല 15-18 സീറ്റ് വരെ എന്നൊക്കെയാണ് മാക്സിമം പറഞ്ഞത്. അങ്ങനെ പറയുന്ന അവസ്ഥയിൽ ആര് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും? കാരണം അത്ര ആത്മവിശ്വാസം ഇല്ലാത്ത രീതിയിലേക്ക് കോൺഗ്രസ് പ്രവർത്തനം മാറിയിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ. അതിന് കാരണക്കാരെക്കുറിച്ചല്ല പറയുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് പിണറായി ഗവൺമെൻറ്റിനോടുള്ള, അല്ലെ പിണറായി വിജയനോടുള്ള പക തീർക്കണമെങ്കിൽ അവർക്ക് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം. പിണറായിയുടെ അനുകൂലികളെ തോൽപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണം. അങ്ങനെ വോട്ട് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പിണറായി ഗവൺമെൻറ്റിന്, പിണറായിയുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ പറ്റുന്നത്, കോൺഗ്രസിനേക്കാൾ പറ്റുന്നത് ആർക്കാണെന്ന് തീരുമാനിച്ചു? BJPക്കായിരിക്കും എന്നുള്ള കണക്കുകൂട്ടലിലാണ് ഉറപ്പായിട്ടും തിരുവനന്തപുരത്ത് BJPക്ക് അത്ര വോട്ട് കിട്ടിയത്. അത് അവിടുത്തെ വോട്ടിൻ്റെ വിശദാംശം വരുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. എത്ര വോട്ടാണ് UDF, എത്ര സ്ഥലത്ത് UDF 2ാം സ്ഥാനത്തുണ്ട്, എത്ര സ്ഥലത്ത് LDF 2ാം സ്ഥാനത്തുണ്ട്, ഇതറിയണം. എത്ര സ്ഥലത്ത് BJP 3ാമത്തെ സ്ഥാനത്ത് പോയിട്ടുണ്ട്. ഈ കണക്കൂടപ്പ് വ്യക്തമായി വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ തിരുവനന്തപുരത്ത് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ മറിച്ച് കൊല്ലത്ത് വരുമ്പോൾ കൊല്ലയിൽ പൂർണ്ണമായിട്ട് എല്ലാ അർത്ഥത്തിലും എഴുതിത്തലാണ്. ഇപ്പോൾ മാത്രമല്ല, കാലാകാലങ്ങളായി 10-25 വർഷമായിട്ട് എഴുതിത്തലാണ്. പാർലമെൻറ്റ് ഇലക്ഷനിൽ കൊല്ലത്ത് പീതാംബരക്കർക്കോ കൃഷ്ണകുമാറോ പ്രേമേന്ദ്രനോ ജയിക്കുന്നു അല്ലാതെ കൊല്ലത്ത് കാര്യമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. 2021 തെരഞ്ഞെടുപ്പിൽ പോലും കരുനാഗപ്പള്ളിയിൽ CS മഹേഷ് ജയിക്കുന്നു, ഇപ്പുറത്ത് മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിച്ചുകൊണ്ട് കുണ്ടറയിൽ വിഷ്ണുനാഥ് ജയിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ ജയിക്കുമ്പോൾ പോലും കോൺഗ്രസിൻ്റെ അടിത്തറ കൊല്ലം ജില്ലയിൽ വ്യാപകമായി ഇല്ലായിരുന്നു എന്ന് പറയാം. പക്ഷേ ഇത്തവണ
കൊട്ടാരക്കര തുടങ്ങിയ ഏതാനും മുനിസിപ്പാലിറ്റികൾ ഒഴിച്ചുള്ള പല മുനിസിപ്പാലിറ്റികളിലും കൊല്ലം ജില്ലയിൽ UDFന് ജയിച്ചു വരാൻ പറ്റി. അത് കാണിക്കുന്നത് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഈ ഗവൺമെൻറ്റിനെ അത്രയധികം മടുത്തു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ശരിയാകില്ല. അത്രയധികം വെറുത്ത് കഴിഞ്ഞ് ഒരു പകയുടെ രീതിയിലേക്ക് ഈ ഗവൺമെൻറ്റിനുള്ള പക അതുപോലെ ശക്തമായി. അത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു CPM ലീഡർഷിപ്പ്, CPMൻ്റെ പഠന കേന്ദ്രങ്ങൾ, CPMൻ്റെ ബുദ്ധി കേന്ദ്രങ്ങൾ, CPMൻ്റെ ട്രേഡ് യൂണിയനുകൾ, സർവീസ് സംഘടനകൾ, ഇവർക്കൊന്നും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുള്ള പരിചയം ഇല്ലാഞ്ഞിട്ടല്ല. ഒന്നുകിൽ അവർ ഈ സത്യം മനസ്സിലാക്കിയിട്ട് പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി ഇതാണ് വരാൻ പോകുന്നത് എന്ന് പറയാനുള്ള, രാജാവ് നഗ്നനാണെന്ന് പറയാനുള്ള ധൈര്യമില്ലാത്ത ഒരുപറ്റം നേതാക്കളായി വിധേയന്മാരുടെ പാർട്ടിയായിട്ട് CPM മാറി. ഈ അവസ്ഥ തുടരുന്നിടത്തോളം കാലം CPMന് രക്ഷപ്പെടാൻ പറ്റില്ല. അവിടെയാണ് സ്ഥിതി. ഇവിടെ യഥാർത്ഥത്തിൽ ഈ വോട്ട് ഇടതുപക്ഷ മുന്നണിക്കെതിരായി എന്നതിനേക്കാൾ പറയുന്നത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തുള്ള അല്ലെങ്കിൽ പോലീസ് രംഗത്തുള്ള ആരോഗ്യ രംഗത്തുള്ള കിങ്കരന്മാർക്കും എതിരായുള്ള വോട്ട് കൂടിയായിരുന്നു ഇത്. ഇങ്ങനത്തെ വോട്ടിംഗ് പാറ്റേൺ കേരളത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. കരുണാകരൻ അതുപോലെ വെറുക്കപ്പെട്ടതായി ഒരു കാലത്ത് വന്നിട്ടുണ്ട്. കരിങ്കാലി കരുണാകരൻ, രാജനെ കൊന്ന കരുണാകരൻ, ഇങ്ങനെ പലതും വന്നിട്ടുണ്ട് വ്യക്തിപരമായ. പക്ഷേ ഇത്രയും സ്വയം വെറുക്കപ്പെട്ട മനുഷ്യൻ ആരും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പിണറായി വിജയനെ വെറുക്കാനുള്ള കാരണം എന്താ? പിണറായി വിജയനെ ബഹുമാനിച്ചിരുന്നു, ആരാധിച്ചിരുന്നു പലരും. അവർ പോലും പിണറായി വിജയനെ തള്ളിപ്പറയേണ്ടി വന്നു. ഇപ്പോൾ ഞാൻ പറയുന്ന വോട്ടിംഗ് പെർസെൻറ്റേജ് തെക്കൻ ജില്ലകളിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞതുപോലും അവർ ബൂത്തിലേക്ക് വന്നിരുന്നെങ്കിൽ പിണറായി വിജയനെതിരായി തന്നെ അവർ വോട്ട് വീഴുമായിരുന്നു. ഒരു സംവിധായകനെ പിടിച്ച് EVMൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാതെ ഒരാളെ നിർത്തിയാൽ പോലും അറിയാതെയെങ്കിലും പിണറായി വിജയൻ്റെ ചെയ്തികളെക്കുറിച്ചുള്ള ഓർമ്മ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയാൽ അത് ആ വോട്ട് കിട്ടുന്നത് UDFന് കിട്ടുമായിരുന്നുള്ളൂ കൊല്ലത്ത്. പക്ഷേ കൊല്ലത്ത് BJP രണ്ടാമത്തെ കക്ഷിയായിട്ട് വളർന്നിരുന്നെങ്കിൽ തിരുവനന്തപുരത്തെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവിടെ BJP നേട്ടം കൊയ്യുമായിരുന്നു. BJPയുടെ വിജയമല്ല, BJP കൊയ്തെന്ന് പറയുന്നതാണ്. ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചു, BJPയുടെ വിജയമാണോ? സുരേഷ് ഗോപി ഉണ്ടാക്കിയ ഒരു ഹാലോ അതിന് ചുറ്റുമുള്ള വിജയമായിരുന്നു. അത് ശാശ്വതമായിരുന്നോ? തിരുവനന്തപുരത്ത് BJP ഒരു വിജയം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ശാശ്വതമായിരിക്കുമോ? തൽക്കാലത്തെ ഒരു ആരവത്തിൻ്റെ വെളിച്ചത്തിൽ പിണറായി വിജയന് ഇതിലുള്ള മുദ്രാവാക്യം വിളികളുടെ ശക്തി അത് പ്രകടിപ്പിക്കാനുള്ള മാർഗമായിട്ട് BJP കണ്ടെത്തിയവിടെ തിരുവനന്തപുരത്ത് ജനങ്ങൾ. എന്തേ അങ്ങനെ? തിരുവനന്തപുരത്ത് കോൺഗ്രസിന് വേണ്ടി സ്വാധീനിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ശശി തരൂരിനെ അകറ്റി നിർത്തുകയാണ് കുറേ നേതാക്കന്മാരെ. അതിനേക്കാൾ കൂടുതൽ കാണേണ്ടത് എല്ലാതിനെ അവഗണിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് എത്ര ചുരിദാറുകാരുടെ കൂടെ പോയി എന്നുള്ള എണ്ണത്തെപ്പോലും അവഗണിച്ച് അത് പറയാനായിരുന്നു പിണറായിക്ക് കൂടുതൽ താല്പര്യം. കോൺഗ്രസിലെ ശ്രീലമ്പണന്മാരെ കണ്ടെത്താനായിരുന്നു പിണറായിക്ക് താല്പര്യം. ഇതിനെയൊക്കെ അവഗണിച്ച് വോട്ട് ചെയ്തത് ഒറ്റ വോട്ടേ ഉള്ളൂ. അത് പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിനെതിരായുള്ള വോട്ട്, CPM പ്രവർത്തകരുടെ റൗഡിസത്തിനെതിരായുള്ള വോട്ട്, SFIയുടെ ഗുണ്ടായുസത്തിനെതിരായിട്ടുള്ള വോട്ട്. ഈ വോട്ടാണ് തിരുവനന്തപുരം ജില്ല മാത്രമല്ല കൊല്ലം കോർപ്പറേഷനിൽ പോലും, കൊല്ലത്തെ മുനിസിപ്പാലിറ്റികളിൽ പോലും പ്രതിഫലിച്ചത് എന്ന് കണ്ടെത്താൻ സാധിക്കുക.